നമുക്ക് ഇനി പോകുന്ന ദൃശ്യങ്ങളെ അത് നമ്മുടെയൊക്കെ മനസ്സുലയ്ക്കുന്ന ദൃശ്യമാണ്. കാരണം ഇടുക്കി വട്ടവടയിൽ പരിക്കേറ്റ ആദിവാസി സ്ത്രീയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് 5 കിലോമീറ്റർ ചുമന്ന് നടന്നുകൊണ്ടാണ്. വത്സപ്പെട്ടി ഉന്നതിയിലെ ഗ്രാമവാസികളുടെ ജീവിതം തീരാ ദുരിതത്തിലാണ്. ആ ദയനീയ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട് പ്രേക്ഷകരിലേക്ക്. ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായി. ആൽവിൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ നാട് ഒരുപാട് വികസിക്കുന്നു, നമ്മൾ ലോക നിലവാരത്തിലേക്ക് എത്തുന്നു, നമ്മൾ ഹൈടെക് ആകുന്നു. പക്ഷെ അപ്പോഴും ആദിവാസികളുടെ ജീവിതം ഇപ്പോഴും തീരാ ദുരിതത്തിൽ തന്നെയാണ്. അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതും. ആ ഉന്നതിയിലെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്? ഇത് അധികൃതർക്ക് അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ടും ഇടപെടാത്തതാണോ ആൽവിൻ? ഒപ്പം ആ സ്ത്രീയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടോ? അതാണ് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഇതൊരു സംഭവം ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് വട്ടവടയിലെ വത്സപ്പെട്ടിക്കുടി എന്ന ആദിവാസി ഉന്നതിയിലെ ഒരു കാഴ്ചയാണിത്, ദയനീയ കാഴ്ചയാണിത്. ഒരു ചികിത്സാർത്ഥം ഒരു സ്ത്രീയെ അവർ പുറത്തെത്തിക്കുന്ന കാഴ്ചയാണിത്. ഒരു ഗ്രാമം ഒന്നടങ്കം, അവിടുത്തെ പുരുഷന്മാരൊന്നടങ്കം വനപാതയിലൂടെ ഏതാണ്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവരെ തുണിയിൽ ചുറ്റി ചുമന്ന് പുറത്തെത്തിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച. അത് തൊഴിലുറപ്പ് പദ്ധതിക്കിടെ കാലിന് വീണ് പരിക്കേറ്റ് ഗാന്ധി അമ്മാൾ എന്ന സ്ത്രീയെയാണ് പുറത്ത് എത്തിക്കുന്ന കാഴ്ചയാണിത്. ഏതാണ്ട് 5 കിലോമീറ്റർ വനപാതയിലൂടെ നടന്നാണ് ഇവർ പുറത്തേക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് വട്ടവടയും കാന്തല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന പാത, അവിടെ ഒരു പാതയുണ്ട്. പക്ഷേ ആ പാത ഒരു തരത്തിലും യാത്രായോഗ്യമല്ലാത്തൊരു പാതയാണ്. വനംവകുപ്പ് ഈ പാതയ്ക്ക് തടസ്സം നിൽക്കുന്നതാണ് പ്രശ്നമെന്നതാണ് അവരുടെ ഉന്നതിയിൽ അവർ പറയുന്നത്. അവർ പരാതി അങ്ങനെയാണ്. 14 കിലോമീറ്റർ പാത വന്നാൽ അവർക്ക് സ്വാഭാവികമായും അതുവഴി ഒരു വാഹനം കടന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവും. പക്ഷേ ആ വാഹനം ഇതുവരെയും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ആ പാത നശിച്ച അവസ്ഥയിലാണ്. ആ പാതയ്ക്ക് വനംവകുപ്പ് എതിർപ്പ് രേഖപ്പെടുത്തുന്നത് കൂടിയാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ നിലവിൽ ഒരു തരത്തിലുള്ള വാഹന സൗകര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് ഈ പ്രദേശവാസികൾ ഇത്തരമൊരു അർജന്റായ ഒരു ആശുപത്രി ആവശ്യത്തിനായി ഈ സ്ത്രീയെ അവിടെ തുണിയിൽ ചുറ്റി കൊണ്ടുപോകുന്ന അവസ്ഥയുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഈ കാലിന് പരിക്കേറ്റ സ്ത്രീയാണ്. അവർക്ക് ഈ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ മറ്റൊരു മാർഗമില്ല എന്നതുകൊണ്ടാണ് ഇവർ 2 ദിവസം ഈ സ്ത്രീയുടെ പരിക്ക് അവിടെ നിന്ന് ചികിത്സിക്കുകയും പിന്നീട് ഒരു മാർഗവുമില്ലാതെ കൂടുതൽ ആശുപത്രിയിലേക്ക് ചികിത്സ വേണം എന്നതുകൊണ്ടാണ് ഇവർ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെയാണ് ഈ 5 കിലോമീറ്റർ ദൂരം ഗാന്ധി അമ്മാളിനെയും ചുമന്നുകൊണ്ട് ഇവർ അവിടുത്തെ ആ ഉന്നതിയിലെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ചുമന്നുകൊണ്ട് 5 കിലോമീറ്റർ വനപാതയിലൂടെ പുറത്തെത്തിച്ച് ആശുപത്രി കോവിൽക്കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുമാണ്. എന്നാൽ ഇപ്പോൾ പരിക്ക് ചികിത്സ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു ദുർസ്ഥിതിയാണ് ഈ ഉന്നതിയിലുള്ള ആളുകൾക്ക് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തൊരു ദുരിതമാണ് എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് വയ്യാണ്ടൊക്കെ ആയാൽ ഒന്ന് വീണ് പോയാൽ അയാളെ ഒന്ന് പുറത്തേക്ക് എത്തിക്കുക, അയാളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുക, ഒരു വൈദ്യസഹായം കൊടുക്കുക, ഇതൊക്കെയാണ് നമുക്ക് ബേസിക് വേണ്ട കാര്യങ്ങളല്ലേ. നമ്മളിനി നമ്മുടെ നാട് എത്ര ഉന്നതിയിലെത്തിയാലും എത്ര ഹൈടെക് ആയാലും ഒക്കെ സാധാരണക്കാരുടെ ബേസിക് ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യമാണ്? കഷ്ടമാണ്. ഈ 4-5 കിലോമീറ്റർ, അതും ആ വഴി ഒരു നല്ല വഴി പോലും അല്ല. കുത്തും ഈ കയറ്റവും കുഴിയും കയറ്റവും വലിയ ഉരുളം പാറക്കല്ലും ഒക്കെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് പണ്ടത്തെ പ്രാകൃതമായ രീതിയിൽ ഒരാളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നത്. അധികാരികളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് അവർക്ക് മറ്റൊന്നും നൽകിയില്ലെങ്കിലും നന്നായി നടന്നു പോകാനുള്ള ഒരു വഴിയെങ്കിലും ശരിയാക്കി കൊടുക്കും, അവർക്ക് സാധിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.